ശിവാനന്ദ സാറിന് ബുക്കിംഗ് ഡോക്യുമെന്റ്സ് കൈമാറാൻ വേണ്ടിയിട്ട് കൃഷ്ണദാസിനെ, ടീം ലീഡർ കൃഷ്ണദാസിനെ ഞാൻ ക്ഷണിച്ചു. ശിവാനന്ദ സാർ പ്ലീസ്. സാർ മാരുതിയിൽ നിന്നും 9 കാറുകൾ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ഡിസൈർ ലോഞ്ചിങ്ങിന് ശേഷം ആദ്യമായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കിംഗ് ഡോക്യുമെന്റ്സ് കൈമാറുന്നതാണ്. താങ്ക് യു സാർ. ഇനി നമുക്ക് ഈ കാർ പരിചയം വേണ്ടി നിങ്ങൾക്കെല്ലാം മുന്നോട്ട് വരാം. കാർ കാണാനായിട്ട് എല്ലാവർക്കും മുന്നോട്ട് വരാവുന്നതാണ് പ്ലീസ്. നമ്മൾ ഡിസൈർ ഉപയോഗിച്ച ആളായിരുന്നു, ആയതിനാലാണ് നല്ല മൈലേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ന്യൂ ഡിസൈർ വന്നപ്പോൾ ഞാനും എൻ്റെ മക്കളും വിചാരിച്ചെന്നാൽ പിന്നെ നമ്മൾ അടുത്ത ഒരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ന്യൂ ഡിസൈർ എടുക്കുന്നത്. അങ്ങനെ എടുക്കാതെ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് അലക്സാണ്. താങ്ക് യു. മാരുതി പുറത്തിറക്കിയ ഡിസൈർ, അതിൻ്റെ 4th ജനറേഷൻ ഡിസൈർ, ദ ഡാസ്ലിംഗ് ന്യൂ ഡിസൈർ അല്പസമയത്തിനകം ഇവിടെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. മാരുതിയുടെ ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ ഒരെണ്ണമാണ് ഡിസൈർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സെഡാൻ സെഗ്മെന്റിലെ കാർ ഡിസൈർ തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന 4 കാറുകളിൽ ഒരെണ്ണവും ഡിസൈർ. വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. GN ക്യാപ്പിന്റെ 5-star സേഫ്റ്റി റേറ്റിംഗും നമ്മുടെ ഈ പുതിയ ഡാസ്ലിംഗ് ഡിസൈർ സ്വന്തമാക്കിയിട്ടുണ്ട്. I invite Mr. Jayashankar, the senior sales manager, Saarathi Autocast, to deliver the welcome speech. എല്ലാവർക്കും നമസ്കാരം. യുവ കോസോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യുവ കോസോ, ഇറ സൈമാസിയ, പേടിക്കല്ല, തെറ്റിപ്പോയതൊന്നുമല്ല. യുവ കോസോ, IOUKOSO, ജപ്പാൻ പദമാണ്. സ്വാഗതം എന്നർത്ഥം വരുന്ന ജപ്പാനിലെ വാക്കാണ് യുവ കോസോ. അപ്പോൾ സുസുക്കിയുടെ ജന്മദേശമായ ജപ്പാന്റെ ഭാഷയിൽ തന്നെ ഞാൻ ആദ്യമായി ജനറലായി ഒരു യുവ കോസോ രേഖപ്പെടുത്തുന്നു. മെയിനായിട്ട് ഇന്നത്തെ ഈ 4ാം ജനറേഷൻ ഡിസൈറിൻ്റെ ലോഞ്ചിങ് ചടങ്ങ് അനാച്ഛാദനം ചെയ്യാം എന്ന് ഏറ്റിരിക്കുന്ന കൊല്ലം ഫുഡീസിൻ്റെ എല്ലാമായ ദീപക് സാറിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ എക്കാലവും ഞങ്ങളുടെ ഊർജവും പ്രചോദനവും ഞങ്ങളുടെ മോട്ടിവേഷനുമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സിനും
അതിൽ ഒന്നിലേറെ കാറുകൾ, ഏകദേശം 1 ലക്ഷം കാറുകൾ ഒരു ഫാമിലിയിൽ വാങ്ങി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശിവാനന്ദ സാറിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏത് പറയാതെ തന്നെ ഈ ചടങ്ങിലെത്തിയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട അല്ലാത്ത കർഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. കൂടാതെ ഞങ്ങളുടെ സെയിൽസ് GM മണിലാൽ സാർ, നെക്സ GM ശ്യാം സാർ, ഞങ്ങളുടെ സീനിയർ അക്കൗണ്ട്സ് മാനേജർ റീന മാഡം, ഞങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ചാനൽ പാർട്ട്നേഴ്സിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ പേരിലും ഈ ചടങ്ങിൻ്റെ പേരിലും യുവാ കോസോ നേരുന്നു. താങ്ക് യു. ഏത് രാജ്യത്താണ് മാരുതി സുസുക്കിയുടെ ഉത്ഭവം? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ജപ്പാൻ. ഉത്തരം അറിയാവുന്ന മോനാണ് ആദ്യം കൈവക്കി. എന്താണ് ആൻസർ? ജപ്പാൻ. ശരി ഉത്തരമാണ്. മോനൊരു സമ്മാനം മോനെ മുമ്പിലോട്ടോ. നമ്മുടെ ഈ മിടുക്കനായ മകന് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ സാരഥി അട്ടക്ലാസിന്റെ ജനറൽ മാനേജർ മല്ലാ സാറിനെ ക്ഷണിക്കുകയാണ്. ഏത് വർഷമാണ് ഇന്ത്യയിൽ മാരുതി സുസുക്കി ആരംഭിച്ചത്? 1981, 1983, 1982. 1983 ആണ് ശരി ഉത്തരം. സെക്കൻഡ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു സമ്മാനമുണ്ട്. വാ മാധവ്. മാധവിന് സമ്മാനം നൽകാൻ വേണ്ടി നമ്മുടെ നെക്സയുടെ മാനേജർ ശ്യാം സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാരുതി സുസുക്കിയുടെ എസ് ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ സ്റ്റൈൽ, ഓപ്ഷൻ ബി സേഫ്റ്റി, ഓപ്ഷൻ സി സുസുക്കി. മാരുതി കാറുകളുടെ മുന്നിൽ ഒരു എസ് എന്ന് പറഞ്ഞൊരു ലോഗോയുണ്ട്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. മോൻ തന്നെയാണ് കൈവത്തിരിക്കുന്നത്. എന്താണ് ആൻസർ? സുസുക്കി. ശരി ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. വീണ്ടും ഒരു സമ്മാനം നമ്മുടെ അക്കൗണ്ട്സ് മാനേജർ റീന മാമിനെ ക്ഷണിക്കുന്നു ഈ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്ലീസ് മാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ഘടനയിൽപ്പെട്ട വാഹനമാണ് ഡാസ്ലിംഗ് ന്യൂ ഡിസയർ? ഓപ്ഷൻ എ സെഡാൻ, ഓപ്ഷൻ ബി ഹാച്ച്ബാക്ക്, ഓപ്ഷൻ സി SUV. ഏത് സെഗ്മെന്റിലാണ് നമ്മളെ ഈ ഡെസൈൻ? സെഡാൻ സെഗ്മെന്റിലാണ്. സഫ. സഭയ്ക്ക് സമ്മാനം നൽകാൻ വേണ്ടി നമ്മുടെ കൊല്ലം ക്ലസ്റ്റർ റീജിയണൽ സെയിൽസ് മാനേജർ രൂപേഷിനെ ക്ഷണിച്ചു കൊടുക്കും. ഈ വലിയവര് പറയാത്തതാണോ അതോ അറിയാത്തതാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ABSന്റെ പൂർണ്ണ രൂപം? ഓപ്ഷൻ എ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി ആന്റി ബ്രേക്ക് സിസ്റ്റം, ഓപ്ഷൻ സി അഡ്വാൻസ് ബ്രേക്കിംഗ് സിസ്റ്റം. ABS എന്ന് പറയുന്ന ഒരു സുരക്ഷാ ഫീച്ചേഴ്സ് നമ്മുടെ കാറിൽ ഉണ്ട്. ആ ABS എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത്? മോൻ തന്നെയാണ് പറയുന്നത്. കേട്ടില്ല. അഡ്വാൻസ് അല്ല മോനെ, തെറ്റുത്തരമാണ്. ആന്റി ബ്രേക്കിംഗ് സിസ്റ്റം അല്ല. അതിൻ്റെ ഇടയിൽ ഒരു വാക്കും കൂടെ ഉണ്ടായിരുന്നു. വേറെ ആർക്കെങ്കിലും പറഞ്ഞോ? കറക്റ്റാണ്. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് കറക്റ്റ് ഉത്തരം. സഭ തന്നെയാണ് പിന്നീട് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. സഭയ്ക്ക് വീണ്ടും സമ്മാനമുണ്ട്. സമ്മാനം നൽകുന്നതിനായിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ജിജോ സാറിനെ ക്ഷണിച്ചു കൊടുക്കും. താങ്ക് യു മോളെ. താങ്ക് യു സാർ. പവർ ലഭിക്കാൻ വേണ്ടി പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും ഒരുമിച്ച് ഉപയോഗിക്കുന്ന കാറുകളുടെ ടെക്നോളജിയുടെ പേര്? ഹൈബ്രിഡ്, ഇലക്ട്രിക്, CNG. ഹൈബ്രിഡ്. ആരാ പറഞ്ഞ ആദ്യം? ഫസ്റ്റ് സാറല്ലേ പറഞ്ഞ? സാർ പറഞ്ഞോളൂ. സാറിൻ്റെ പേര്? രാജേഷ് സാറിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി
നമ്മുടെ നെക്സറ്റിലെ സീനിയർ സെയിൽസ് മാനേജർ മനോജിനെ ക്ഷണിച്ചോളൂ. താങ്ക് യു സർ. അടുത്ത ക്വസ്റ്റ്യൻ, മാരുതി സുസുക്കിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഏത് സിറ്റിയിലാണ്? ബാംഗ്ലൂർ, പൂനെ, ഗുർഗാവ്. ഗുർഗാവാണ് ശരി ഉത്തരവാണ്. സാറിൻ്റെ പേര്? രംഗരാജ്. സാർ മുന്നോട്ട് വന്നു. സാറിന് സമ്മാനം നൽകാൻ വേണ്ടി നമ്മുടെ ബജാജിന്റെ HR മാനേജർ അഭിലാഷ് സാറിനെ ക്ഷണിച്ചു വരുന്നു. Next question. ഏജിയസ് ടെക്നോളജി ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച പാസഞ്ചർ കാർ? സെലീരിയോ, വാഗണാർ. AGS ടെക്നോളജി ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഏത് പാസഞ്ചർ കാറിലാണ്? സെലേരിയോ ശരി ഉത്തരമാണ്. സെലേരിയോ. സർ പ്ലീസ്. നമ്മുടെ ലോജിസ്റ്റിക്സ് മാനേജർ കുമാർ സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു സമ്മാനം നൽകുന്നതിന് വേണ്ടി. ഈ 4 കുസൃതി ചോദ്യങ്ങളോട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പം ആ ചോദ്യങ്ങളൊന്ന് ചോദിച്ചേക്കാം. 28 ദിവസങ്ങളുള്ള മാസം ഏതാണ്? 28 ദിവസങ്ങളുള്ള മാസം ഏതാണ്? ഏതാ മാസമാണ്? ഫെബ്രുവരിയോ? ഫെബ്രുവരിയിൽ 28 ഉള്ളൂ. എല്ലാ മാസവും 28 ഉണ്ട്. അതാണ് പറയാം. പേര് സുഹൈൽ. നമ്മുടെ ട്രൂ വാല്യൂ സോഴ്സിംഗ് മാനേജർ കണ്ണൻ സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. നല്ലൊരു കൈയ്യടി. എത്രത്തോളം വെളുക്കുന്നുവോ അത്രത്തോളം വൃത്തികേടാകുന്നത് എന്താണ്? എത്രത്തോളം വെളുക്കുന്നുവോ അത്രത്തോളം വൃത്തികേടാകുന്നത് എന്താണ്? അറിയാവുന്ന കൈമുട്ടം. ബ്ലാക്ക് ബോർഡ് ശരി ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. സുഹൈൽ കറക്റ്റോണ്ടിരിക്കുകയാണല്ലോ. സുഹൈലിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് റാഫിയെ ക്ഷണിച്ചു കൊടുക്കുന്നു. നെക്സ്റ്റ്. താങ്ക് യു. താങ്ക് യു. പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതാണ് പോകുമ്പോൾ ആരും ഇഷ്ടപ്പെട്ടില്ല, വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തായിരിക്കും? അയ്യോ അല്ല സാറേ, ഇത് കുസൃതി ചോദ്യമല്ലേ. സാർ ഇച്ചിരി സീരിയസ് ആയെന്ന് തോന്നുന്നു. പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താണ്? ആർക്കും അറിയില്ല. ഇത് നമ്മുടെ സ്റ്റാഫുകൾക്ക് പങ്കെടുക്കാം. ആർക്കെങ്കിലും ഉണ്ടോ? ട്രൈ ചെയ്ത് നോക്കണോ? കറണ്ട് ശരി ഉത്തരമാണ്. ഉത്തരം പറഞ്ഞ ആരാണ്? കൃഷ്ണസാണ്. വന്നോളൂ. ഒരു ചെറിയ സമ്മാനമുണ്ട്. കൃഷ്ണദാസന് പറ്റിയ സമ്മാനമൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കൃഷ്ണദാസൻ സമ്മാനം നൽകാൻ വേണ്ടി നമ്മുടെ ADP മാനേജർ ബിജിസാറിനെ ക്ഷണിച്ചു കൊടുക്കും. അപ്പോൾ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ
താങ്ക് യു. ഇംഗ്ലീഷിൽ കാലുകൊണ്ടും മലയാളത്തിൽ വായ കൊണ്ടും. ഇംഗ്ലീഷിൽ കാലുകൊണ്ടും മലയാളത്തിൽ വായ കൊണ്ടും. ഇംഗ്ലീഷിൽ കാലുകൊണ്ടും മലയാളത്തിൽ വായ കൊണ്ടും എന്താണ്? ജയശേഖർ സാറിനും ട്രൈ ചെയ്യാം. അറിയില്ല. കറക്റ്റ്. സുജീഷ് വാ. കറക്റ്റാണ്. വാക്ക് എന്നാണ് അതിൻ്റെ ഉത്തരം. വാക്ക്. നമ്മൾ വാക്ക് എന്ന് പറയില്ലേ, നടക്കുക. സാറിന് സമ്മാനം നൽകാൻ വേണ്ടി നമ്മുടെ IT മാനേജർ സന്തോഷ് സാറിനെ ക്ഷണിച്ചു കൊടുത്തു. താങ്ക് യു. ചിൽഡ്രൻസ് ഡേയോടനുബന്ധിച്ചാണ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തത്. കുറേ കുട്ടികളെ നമ്മൾ പ്രതീക്ഷിച്ച അനുഭവം ചെയ്തിരുന്നത്. എങ്കിലും കുറച്ച് കുട്ടികളൊക്കെ എത്തുള്ളൂ, കുഴപ്പമില്ല. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ, നമ്മുടെ പ്രോഡക്റ്റ് പ്രസന്റേഷൻ ആണ്. ഐ ഇൻവൈറ്റ് മിസ്റ്റർ അനന്തു, ദ സീനിയർ സെയിൽസ് മാനേജർ, ടു പ്രസന്റ് ദ പ്രോഡക്റ്റ്. ഗുഡ് ഈവനിങ്. സോ എല്ലാവരും കുറേ നേരമായിട്ട് കാത്തിരിക്കാൻ അറിയാം ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ചിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഡിസൈനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടാവുന്നില്ല. കാരണം എന്നേക്കാൾ വളരെയധികം അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും എന്താണ് ഡിസൈൻ എന്നുള്ളത്. സോ നമ്മൾ ഈ ഡിസൈൻ ലോഞ്ച് ചെയ്തപ്പോൾ ടാഗ് ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻ അല്ലെങ്കിൽ ദ ബെസ്റ്റ് ബിയോണ്ട്. ഇത് കൊടുക്കാൻ ഒരു റീസൺ ഉണ്ട്. മറ്റൊന്നുമല്ല, 2008 16 വർഷം മുൻപാണ് ഈ ഡിസൈർ എന്നുള്ള പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. സോ അന്ന് എസ്റ്റീം എന്നുള്ള മാരുതിയുടെ ഒരു സെഡാനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് വഴി മാരുതി ഉദ്ദേശിച്ചത്. അപ്പോൾ സബ് കോമ്പാക്ട് സെഡാൻ നമ്മളിപ്പോൾ പലരും പറഞ്ഞു വെക്കും, പ്രീമിയം സെഡാൻ, സബ് കോമ്പാക്ട് സെഡാൻ. അന്ന് ഇങ്ങനൊരു സെഗ്മെന്റ് ഇന്ത്യയിൽ നിലവിൽ പോലും ഇല്ല. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാ മാനുഫാക്ചർക്കും സബ് കോമ്പാക്ട് സെഡാനാണ്. സോ ഈ സബ് കോമ്പാക്ട് സെഡാന് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഡിസൈറിലൂടെ 2008 മാരുതിയാണ്. ഇത് ലോഞ്ച് ചെയ്തത് മാത്രമല്ല, കേവലം 5 മാസം കൊണ്ട് 1 ലക്ഷം വാഹനമാണ് അന്ന് ഇന്ത്യയിൽ മാരുതി ഡിസൈർ വിറ്റഴിച്ചത്. അതിലുണ്ടായിരുന്ന ഓട്ടോമൊബൈൽ ഹിസ്റ്ററിയിൽ ഇതൊരു റെക്കോർഡാണ്. വളരെ ഷോർട്ടസ്റ്റ് ടൈം കൊണ്ട് 1 ലക്ഷം വാഹനം. അതുകൊണ്ട് തീർന്നില്ല. 2012 സെക്കൻഡ് ജനറേഷൻ ഡിസൈർ, 2017 തേർഡ് ജനറേഷൻ ഡിസൈർ, അങ്ങനെ 3 ജനറേഷൻ ഡിസൈറാണ് ഇതുവരെ ഇന്ത്യയിൽ മാരുതി സുസുക്കി ലോഞ്ച് ചെയ്തത്. ഇനി ഈ ലോഞ്ച് ചെയ്ത വാഹനങ്ങളുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എല്ലാ മാനുഫാക്ചേഴ്സും കൂടി ഇതുവരെ വിറ്റ വാഹനങ്ങളുടെ ഒരു കണക്ക് നിങ്ങൾ പരിശോധിച്ചാൽ പോലും അതിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനമാണ് ഈ ഒരു ഡിസൈർ എന്നുള്ള ഒരു ബ്രാൻഡ്. സോ അത്ര കൾട്ടായിട്ടുള്ള ഒരു ഫാൻ ഫോളോയിങ് ഉള്ള ബ്രാൻഡാണ് ഈ ഡിസൈർ എന്നുള്ളത്. ഇവിടെ തന്നെ ഇരിക്കുന്ന പലരും അവരുടെ യൗവന കാലഘട്ടത്തിലോ അതല്ലെങ്കിൽ പഠിക്കുന്ന കാലഘട്ടത്തിലോ ഒക്കെ നമ്മൾ വളരെ ഡിസൈർഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഡിസൈറോടുകൂടി നോക്കിക്കണ്ടൊരു ബ്രാൻഡിന്റെ 4th ജനറേഷൻ ലോഞ്ചിനാണ് നമ്മൾ പലരും ഇന്നിവിടെ ഇൻവിറ്റേഷൻസ് ഉണ്ട്. അത് യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിഡിൽ ഏജ്ഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഡിസൈർ ഉപയോഗിച്ച വ്യക്തികളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഡിസൈറിൽ നിന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിനെ ബിയോണ്ട് ആയിട്ട് നിർത്തുക. എന്തൊക്കെയാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ എക്സ്പെക്ടേഷന് മുകളിൽ നിൽക്കുക. അതാണ് മാരുതി ഈ ഡിസൈറിലൂടെ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത്. ഇനി ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാരുതി എക്സ്പോർട്ട് ചെയ്ത വാഹനങ്ങളിൽ ഒന്നാണ് ഡിസൈർ. ഇത് കൂടാതെ തന്നെ ഇന്ത്യയിൽ ഇതുവരെ 27 ലക്ഷം ഡിസൈർ റോഡിലുണ്ട്. സോ എവരി ഇന്ത്യ അല്ലെങ്കിൽ എവരി ഇന്ത്യൻസ് കം ഹോം ഇൻ എ മാരുതി സുസുക്കി നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. നമ്മളും ഇതുവരെ നമ്മളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഡിസൈറിൽ നമ്മളും കയറിയിട്ടുണ്ടോ? ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വന്ന ഒരാളായിക്കോട്ടെ. സോ വി ആർ ഓൾ ഫെമിലിയർ ടു ഡിസൈർ. അതുകൊണ്ട് തന്നെ ഡിസൈറിനെ നിങ്ങൾക്ക് ആർക്കും ആ ഒരു പേരിനെയോ ബ്രാൻഡിനെയോ ഞാനിവിടെ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. ദെൻ എന്താണ് പുതിയ ഡിസൈർ? സോ അതിനെക്കുറിച്ച് പറയാം. ഇതുവരെ ഉണ്ടായിരുന്ന ഡിസൈറിൽ നിന്ന് എൻറ്റയർലി ഒരു ചേഞ്ച് ആണ് പുതിയ ഡിസൈർ കൊണ്ടുവരുന്നത്. എന്തിലൊക്കെ തന്നെ അത് ഡിസൈൻ ആയിക്കോട്ടെ, കംഫർട്ട് ആയിക്കോട്ടെ, ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, സ്റ്റൈലിംഗ് ആയിക്കോട്ടെ, സേഫ്റ്റി ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു എൻറ്റയർലി ന്യൂ ഡിസൈൻ.
അതായത് ദ ബെസ്റ്റ് ആൻഡ് ദ ബിയോണ്ട്. ഇനി സ്റ്റൈലിലോട്ട് പോകും. അപ്പം ഈ ഒരു വാഹനം നിങ്ങൾ ഇതുവരെ കണ്ട ഡിസൈറുമായി യാതൊരു താരതമ്യം ഉണ്ടാകത്തില്ല. എൻറ്റയർലി പുതിയൊരു സ്റ്റൈലിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ദ ഫ്രണ്ട് ഗ്രിൽ, ഹെഡ് ലാംപ്സ്, നമുക്ക് അണ്ടിയിൽ നിന്ന് കാണാൻ സാധിക്കും ഒരു ക്രിസ്റ്റൽ ക്ലിയർ വിഷനുള്ള LED ഹെഡ് ലാംപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ക്ലിയർ വിഷൻ ഫോഗ് ലാംപ്സ് നമ്മൾ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിഷൻ അലോയ്സ്, ഇതൊക്കെ നമുക്ക് ഡിസൈനിനെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്ന ഫീച്ചേഴ്സാണ്. ഇനി റിയർ നോക്കുകയാണെങ്കിലും ഒരു ട്രിനിറ്റി 3D ടെയിൽ ലാമ്പ് ഡിസൈൻ കോമ്പിനേഷനാണ് നമ്മൾ ഈ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഡിസൈനിൻ്റെ കാര്യം. ഇനി കംഫർട്ടിലോട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫീച്ചേഴ്സിലോട്ട് പോവുകയാണെങ്കിലോ ഈ സെഗ്മെന്റിൽ തന്നെ ഇതുവരെ ഒരു കോമ്പാക്ട് സെഡാനിലും വന്നിട്ടില്ലാത്ത ഇലക്ട്രിക് സൺറൂഫ് നമ്മൾ ആദ്യമായി ഡിസൈറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതുകൂടാതെ ഒരു 9 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് വിത്ത് അക്കമിസ് സൗണ്ട് ട്യൂണിംഗ് സിസ്റ്റം, 360 ഡിഗ്രി ക്യാമറ, ഇതെല്ലാം ഈ ഡിസൈറിൻ്റെ സവിശേഷതകളാണ്. അത് ഈ സെഗ്മെന്റിൽ തന്നെ നമ്മൾ ആദ്യമായി അവതരിപ്പിക്കുന്ന ഒന്നാണ്. മുൻപ് വെൽക്കം സ്പീച്ചിൽ സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം, ഇതുവരെ നമ്മൾ കേട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. മൈലേജ് കൂടിയാൽ സേഫ്റ്റി കുറയും, സേഫ്റ്റി കൂടിയാൽ തിരിച്ചും പറയാറുണ്ട്. അതായത് സേഫ്റ്റി ഉള്ള വാഹനങ്ങൾക്ക് ചിലപ്പോൾ മൈലേജ് കുറയാറുണ്ട്, അല്ലെങ്കിൽ മൈലേജ് ഉള്ള വാഹനങ്ങൾക്ക് സേഫ്റ്റി കുറയാറുണ്ട്. എന്നാൽ ഇത് രണ്ടിനെയും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ്, വി ആർ പ്രസന്റിംഗ് യു ഇന്ത്യസ് മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യന്റ് സെഡാൻ വിത്ത് മോസ്റ്റ് സേഫസ്റ്റ് കാർ. ഈ സെഗ്മെന്റിൽ ആദ്യമായി ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ്. ഇത് കൂടാതെ ഈ സെഗ്മെന്റിൽ ഏറ്റവും മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യന്റ് കാർ, അത് പെട്രോളിൽ മാനുവലിലായിക്കോട്ടെ, ഓട്ടോമാറ്റിക്കലായിക്കോട്ടെ, CNG-യിലായിക്കോട്ടെ. ഓട്ടോമാറ്റിക്കിൻ്റെ മൈലേജ് 25.71. നമ്മൾ സേഫ്റ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. 6 എയർബാഗ്സ് ആസ് സ്റ്റാൻഡേർഡ് ഫ്രം ബേസ് വേരിയൻറ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് വേണ്ട ഒരാൾ വന്ന് ഇനി സേഫ്റ്റി ഇതിനകത്ത് ചോദിക്കാൻ മറ്റൊന്നുമില്ല. എന്തൊക്കെ കൊടുക്കാമോ അതെല്ലാം മാനേജ് കൊടുത്തിട്ടുണ്ട്. വിത്ത് അൺകോംപ്രമൈസിങ് സേഫ്റ്റി, പവർ ആൻഡ് സുപ്പീരിയർ പെർഫോമൻസ്. ഇനി കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വയർലെസ് ചാർജിങ് ആയിക്കോട്ടെ, നമുക്കൊരു ഈ ഒരു ജനറേഷൻ എന്തൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈ ഒരു പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ് ബൈ ലോഞ്ചിങ് ദ പ്രൊഡക്റ്റ്. സോ താങ്ക് യു.